നമസ്കാരം. മല്ലൂസ് കഫേയിലൂടെ ഞാൻ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എഗ് ഫിംഗേഴ്സ് എന്നാണ് എൻ്റെ പേര്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ് ഫിംഗേഴ്സിൻ്റേത്. അപ്പോൾ ധന്യയും ശ്രദ്ധയും ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റെസിപ്പീസ് ചെയ്തു തരുന്നുണ്ട്. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടി റെസിപ്പീസൊക്കെയാണ് തരുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചെയ്യാൻ മറന്നു പോകരുത്. ആ ബെൽ ബട്ടണോടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും. പിന്നെ നമുക്ക് എഗ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ വേഗം കിച്ചണിലോട്ട് പോയിട്ട് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മുട്ടയിലേക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽമുളക് ചതച്ചത്, 6 മുട്ട, പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്പം മല്ലിയില, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച്, ഒരു ചെറിയ കഷ്ണം സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂണോളം ഉണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചീസും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മുട്ടയിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടുന്നത്. പിന്നെ അല്പം ഉപ്പ് വേണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 6 മുട്ടയും ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിടാം. ഞാൻ 6 മുട്ടയും ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, മല്ലിയില ആഡ് ചെയ്യാം, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം, ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് ചതച്ചതും കൂടി ഒരല്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അത് ഫുൾ ഇടുന്നില്ല, അല്പമേ ചേർക്കുന്നുള്ളൂ. കാരണം നമുക്കതിൻ്റെ ബാക്കി ഇനി മിക്സിനകത്ത് വേണ്ടുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എല്ലാ പോർഷനിലും നെയ്യ് വരുന്ന രീതിയിൽ തന്നെ പുരട്ടി കൊടുക്കണം. പാത്രത്തിൽ നന്നായി നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചീസും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ഒഴിച്ച് വെച്ചിരിക്കുന്ന മുട്ട ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി തീ കൂട്ടി കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ആവി വരുന്നുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഈ സ്റ്റാൻഡിലോട്ട് എടുത്ത് വെക്കാൻ പോവാണ്. മിക്സ് സ്റ്റാൻഡിലോട്ട് വെക്കുക. ഒരു 25 മിനിറ്റോളം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ പാനിൽ ഒഴിച്ചിരിക്കണം. അപ്പോൾ ഞാൻ മുട്ടയുടെ മിക്സുള്ള പാത്രം വെച്ചു, അതൊരു അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. പിന്നെ മൊത്തത്തിൽ ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കുകയാണ്. ഒരു 25 മിനിറ്റോളം ഇതിങ്ങനെ ഒരു ആവിയിൽ മുട്ട ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ വേണം മുട്ട 25 മിനിറ്റോളം ഇരുന്ന് വേവാനായിട്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കായോ നോക്കാം. മുട്ടയൊന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മുട്ട വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് നമുക്ക് അതിനെ നടുക്കോട്ടൊന്ന് കുത്തി നോക്കാം. ഇത് നോക്കിയിട്ട് മുട്ടയുടെ പോർഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി അഥവാ മുട്ടയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ കത്തിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ മുട്ട ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. മുട്ടയുടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ചൂട് പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം മുട്ടയുടെ ചൂട് വേഗം വിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് തണുത്ത വെള്ളത്തിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ പെട്ടെന്ന് ചൂട് വിട്ട് പോവും. അപ്പോൾ നമുക്കിതൊന്ന് ചൂട് മാറ്റിയിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോൾ ഇത് മുട്ടയുടെ ചൂടൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഞാനൊരു വേറെ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം.
നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പൊടി നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 4-1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 4-1 കപ്പ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം കസൂരി മേത്തി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷനാണ്, നിർബന്ധമില്ല. പിന്നെ ബ്രെഡ് പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത മുളക് ചതച്ചതില്ല, അതിൻ്റെ ബാക്കി 2 മുട്ട, ആവശ്യത്തിന് ഉപ്പും എണ്ണയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മൈദയും കോൺഫ്ലവറും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് ചതച്ചതും കൂടി അല്പം ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ച 2 മുട്ട ഞാനൊരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അല്പം ഉപ്പ് ആഡ് ചെയ്യാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആദ്യം ഈ കോൺഫ്ലോറിലും മൈദയിലും കൂടി ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലോട്ടൊന്ന് മുക്കുക. അത് കഴിഞ്ഞ് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയെടുക്കുക. വീണ്ടും ഒന്നും കൂടി മുട്ടയിലോട്ട് മുക്കാം. വീണ്ടും ബ്രെഡിൻ്റെ പൊടിയിലോട്ട് മുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ മുട്ട റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ വേണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നെടുത്ത് ഇതിനകത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ ചൂടായി വന്നതിന് ശേഷം ഇടാൻ പാടുള്ളൂ. ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എല്ലാ സൈഡും ഫ്രൈ ആക്കി ഇട്ടണം. ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ എഗ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ക്രിസ്പി എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടർന്ന് വീഡിയോസൊക്കെ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്